ബിഗ് ബോസ് മലയാളം സീസൺ 6. എന്താ ഗബ്രി, നിനക്ക് കടിയാണോ നിന്റെ വിഷയം? നിനക്ക് നീ ഭയങ്കര കടിക്കാരനാന്ന് തോന്നുന്നു. വേറൊന്നുമല്ല, ഇന്ന് ജാസ്മിൻ ആണെങ്കിൽ കൈ നീട്ടിയിട്ട് ഗബ്രിയോട് പറയുന്നുണ്ട്, നീ കടിച്ചതല്ല, ഇതെല്ലാം നീ കടിച്ചതാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവന് കടിയുടെ അസുഖമാണെന്നുള്ളത്. ഗബ്രിക്ക് കടിയുടെ അസുഖമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കൂ. ഗബ്രിക്ക് കടിയുടെ അസുഖവും ജാസ്മിൻ കടിക്കാൻ നിന്നും കൊടുക്കും. ഹൗസിലുള്ളവർക്കൊന്നും ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നില്ല. എല്ലാവരും പ്രതികരിച്ചു തുടങ്ങി. ശരണ്യൊക്കെ കൊടുക്കേണ്ട രീതിയിൽ ശരിക്ക് കൊടുത്തു. പറ്റത്തില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. നിങ്ങൾ ഇത് കാണാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ രണ്ടുപേരും കൂടെ ഉമ്മവെപ്പും ഇതൊക്കെ കണ്ടിട്ട് ശരണ്യൊക്കെ അങ്ങോട്ട് ശരണ്യൊക്കെന്നല്ല, അവിടെയുള്ള ആർക്കും ഇത് പിടിക്കുന്നില്ല. എല്ലാം പബ്ലിക്കിലല്ലേ നടക്കുന്നത്. ഇവർ പോകുന്നിടത്തെല്ലാം ഒതുങ്ങിയിരുന്നിട്ട് ഇതൊക്കെ തന്നെ പരിപാടി. അതിനുശേഷം കുറച്ച് മുന്നേ ജാസ്മിനും ഗബ്രിയും കൂടെ പറയുന്നുണ്ട്, ഞങ്ങൾ വേണ്ടാത്തതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അവർ തമ്മിൽ സംസാരിക്കുക, നമ്മൾ വേണ്ടാത്തൊന്നും ഇവിടെ ചെയ്തിട്ടില്ലല്ലോ, നമുക്കറിയാലോ നമ്മളെ എന്നുള്ള രീതിയിൽ. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെയ്തത് എന്താണെന്നുള്ളത് വെളിയിൽ പ്രേക്ഷകരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലയോ എന്ന് ഞാൻ ഇന്നലെയും ചോദിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബുദ്ധിയൊക്കെ അടിച്ചു പോയെന്ന് തോന്നുന്നു. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് അടിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഇവർക്കെതിരെ തിരിയുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് വരെ വാണിംഗ് കൊടുത്തു, ഇതൊരു ഷോയാണ്, ഈ ഷോയിന്റെ അന്തസ്സിനെ നിങ്ങൾ കളയരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് വേറെന്തൊക്കെയോ അസുഖങ്ങളാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് ഇവരെ കാണുമ്പോഴേ ഇപ്പൊ ചാനൽ മാറ്റുമെന്നാണ് പറയുന്നത്. അവിടെ സ്റ്റക്കാക്കി വെക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ ഇവരെ കാണാൻ വയ്യ. ഇനി ഇവരുടെ ഈ പേക്കൂത്തുകളല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ഒരു തീരുമാനം എടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ പുറത്താക്കാൻ ബിഗ് ബോസിന് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്തെങ്കിലും കാരണം പറഞ്ഞാലേ വോട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കാര്യത്തിൽ പ്രേക്ഷകർ തീരുമാനം എടുക്കും. ഇങ്ങനെ പോയാൽ ഇത് ഒരു ഫാമിലി ആയിട്ടിരുന്ന് എല്ലാവരും കാണുന്ന ഒരു ഷോയാണ്. ഈ ഷോയ്ക്കകത്താണ് വന്നിട്ട് ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തികളൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നത്. മാക്സിമം ഇപ്പോൾ തന്നെ നമ്മൾ പല വീഡിയോസിന്റെ താഴെയും പോയി അവരുടെ കമന്റുകൾ കണ്ടാൽ, പ്രേക്ഷകരുടെ കമന്റുകൾ കണ്ടാൽ നമ്മൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ചു പോകും. എന്ന് വെച്ചാൽ പ്രേക്ഷകർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് ഇറക്കി വിടാമോ എന്നാ ചോദിക്കുന്നത്. ഈ രണ്ടുപേരെ അത്രയ്ക്കും അവിടെ കിടന്ന് കാണിക്കാവുന്നതിന്റെ മാക്സിമം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവര് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ് പോയതല്ല, ഇവര് റിസോർട്ടാന്ന് പറഞ്ഞ് അവിടെ പോയേക്കുന്നത്. ഇവര് ടൂറ് പോയതാണ്, റിസോർട്ടിലേക്ക് കമ്പനി അടിച്ച് ടൂറ് പോയ പോലെയാണ്. ബാക്കിയുള്ളവരും എല്ലാം കളിക്കാൻ വന്നതും ഇവർ രണ്ടുപേരും റിസോർട്ടിൽ ടൂറ് പോയതും. എന്തായാലും ഇന്നത്തെ പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ മല്ലയ്യയുടെ ടീം പവർ ടീമുമായിട്ട് കളിക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മല്ലയ്യയുടെ ടീം ഇപ്പൊ ജാസ്മിൻ ആ ടീമിൽ നിന്ന് പോയതിൽ പിന്നെ, പവർ ടീമിലേക്ക് പോയതിൽ പിന്നെ മല്ലയ്യയുടെ ടീം ഒത്തൊരുമയോടെ കളിക്കുകയും അവർ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുകയും അവർ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ടാസ്ക് ജയിച്ചു. ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു, കേരളത്തിലെ ഭൂപടം കൊടുത്തിട്ട് ഫോട്ടോസ് വെക്കും. ഫോട്ടോസ് വെച്ചിട്ട് ഇത് ഇന്ന ഏത് സ്ഥലമാണെന്ന് മാർക്ക് ചെയ്ത് അവിടെ കൊണ്ട് വെക്കുക. കൃത്യമായിട്ട് അവരത് ചെയ്യുകയും ചെയ്തു, അവർ ജയിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മറ്റേത് ജാസ്മിനാണ് അവിടെ എല്ലാം, ആ ടീമിലെല്ലാം ഞാൻ ബുദ്ധിയുള്ളതാണ്, ഞാൻ മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ജിൻഡോ പറഞ്ഞൊരു വാക്ക് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നു. ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ജാസ്മിൻ ഭയങ്കര ഇതൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ പോയി വട്ടപൂജ്യമായിട്ടാണ് തിരിച്ചു വന്നത്, ഞങ്ങൾ ജയിച്ചില്ല, ഞങ്ങളെ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ അവിടെ പറഞ്ഞിരുന്നു. ഇപ്പൊ അത് ശരിയാണ്. ഇപ്പൊ ജിൻഡോയും റസ്മിനും പിന്നെ നിഷാനയും കൂടെ ചേർന്നുള്ള ടീം, അവരുടെ ടീം ടണൽ ടീം, അവർ കറക്റ്റായിട്ട് ഇന്നലെ ജയിച്ചു, ഇന്നും ജയിച്ചു. എന്താ കാരണം? ജാസ്മിൻ ഇല്ല അവിടെ. അല്ലെങ്കിൽ ജാസ്മിൻ ഇതെല്ലാം കൂടെ ഹൈജാക്ക് ചെയ്ത് പിടിക്കുന്നത് പോലെ പിടിച്ചിട്ട് ജാസ്മിൻ അവിടെ പോയിട്ട് ഞാനാണ് ലീഡർ എന്നുള്ള രീതിയിൽ ജാസ്മിൻ ഇഷ്ടത്തിന് ചെയ്യും. അങ്ങനെയാണ് കഴിഞ്ഞ തവണയൊക്കെ തോക്കാൻ കാര്യം. ഇപ്രാവശ്യം എന്തായാലും രണ്ടും ജയിച്ചിട്ട് പവർ ടീമുമായിട്ടുള്ള മത്സരത്തിന് റെഡിയായിട്ടുണ്ട്. മല്ലയ്യക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതിൽ മല്ലയ്യ നല്ലൊരു ഗെയിമറായിട്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്നുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഗെയിമിലേക്ക് വരാത്ത രണ്ട് പേരേ ഉള്ളൂ, അത് ഈ കുഞ്ഞുവാവകളാണ്. ഈ കുഞ്ഞുവാവകള് ഇനി ഗെയിമിലേക്ക് വരും എന്ന് നമുക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. ഈ കുഞ്ഞുവാവകൾ അവിടെ ഒരു ഇറിറ്റേറ്റിംഗ് മൂഡ് ആ ഹൗസിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് എന്തുകൊണ്ടോ ബിഗ് ബോസ് ഇത് കണ്ടില്ല എന്നടിക്കുന്നു. ബിഗ് ബോസ് നല്ലൊരു വാണിംഗ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇനി ലാലേട്ടൻ വരുമ്പോൾ വാണിംഗ് കൊടുക്കുമായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ വന്ന് എന്താണ് എന്നൊക്കെ ചോദിച്ച് ഒരു രീതിയിലായിരിക്കാം പുള്ളി ഇതിനെ കാണുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ചോദിക്കുമെന്നൊന്നും. നമുക്കറിയാമല്ലോ, പല സീസണുകളും കണ്ടാണല്ലോ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും.
പിന്നെ മറിച്ച് പ്രതികരിച്ചാൽ അതൊരു അത്ഭുതവുമായിരിക്കും. എന്താ വെച്ചാൽ ഇത്രയും പ്രേക്ഷകർ വെളിയിൽ നിന്നുകൊണ്ട് ഇത്രയും ഇറിറ്റേറ്റിംഗ് ആണ് ഇവർ ശരിയാവില്ല, ഇവർ രണ്ടുപേരും കൂടെ അവിടെ പോയിരുന്ന ഗെയിം കളിക്കാനല്ല എന്ന് പലരും പറയുമ്പോൾ ബീബിക്ക് ഇത് കാണാതെ നടിക്കാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ മറ്റൊരു കേസ് കെട്ടെന്ന് പറഞ്ഞാൽ റോക്കിയുടെ കാര്യം. റോക്കി കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ആ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ചതിനെതിരെ പവർ ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങളൊരു തീരുമാനം എടുത്ത് റോക്കിക്ക് എന്താണ് ശിക്ഷ കൊടുക്കാൻ വിധിക്കേണ്ടത് എന്ന് പറഞ്ഞു. നിങ്ങൾ തീരുമാനിച്ച് പറയാൻ പറഞ്ഞു ബിഗ് ബോസ്. അവസാനം എല്ലാവരും കൂടെ അകത്തോട്ട് പോയി ജാസ്മിനും ഗബ്രി കുറെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഗബ്രി പറഞ്ഞു എവിക്റ്റ് ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമെന്ന്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാമെന്ന് പറഞ്ഞു. എന്നെ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും രേഖ ഉൾപ്പെടെ അതാണ് തീരുമാനം എന്ന് പറഞ്ഞ് വെളി വന്നപ്പോൾ ജാൻമണി എല്ലാം പൊളിച്ച് കൈ കൊടുത്തു. ജാൻമണി പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ജയിൽ ശിക്ഷയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി കുറെ വിശദീകരണം. അവസാനം ബിഗ് ബോസിന് ദേഷ്യം വന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇനി നിങ്ങളൊന്നും തീരുമാനിക്കേണ്ട, ഇനി ഞാൻ തീരുമാനിച്ചോളാം. എന്തായാലും അവിടെ ജാൻമണി, ചിലർ പറയുന്നുണ്ട് ജാൻമണി അവിടെ പവർ ഗ്രൂപ്പിന് എതിരെ പറഞ്ഞു, പവർ ഗ്രൂപ്പിൽ ഒരു തീരുമാനം എടുത്തിട്ട് വെളിയിൽ വന്നിട്ട് വേറെ തീരുമാനം പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ജാൻമണി പറഞ്ഞത് അവിടെ ശരിയല്ലേ? ഇവർക്ക് എവിടെയാണ് എവിക്റ്റ് ചെയ്യാനുള്ള അധികാരം? എവിക്റ്റ് ചെയ്യാനുള്ള അധികാരം ഒന്നിന് വോട്ടിന്റെ രീതിയിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്തെങ്കിലും കാരണങ്ങൾ, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ബിഗ് ബോസിന് പുറത്താക്കാം. ഇത് വലിയ ഇപ്പൊ ഇങ്ങനെ ഇടിച്ചു പൊളിച്ച് ഇങ്ങനെ ഒരിടി ഇടിച്ചിട്ട് അത് പൊളിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും പുറത്തുവിടാനുള്ള ഒരു ഇതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ പലരും പറഞ്ഞ എടി ബോഡി വിളി അവിടെ കൂടുതലാണ് എന്നാ പറയുന്നത്. അവിടെ എടി ബോഡി എന്ന് വിളിക്കുന്നത് പെണ്ണുങ്ങള് ആണ്. ഈ പറയുന്ന ജാസ്മീൻ ആണെങ്കിലും ഈ പറയുന്ന മറ്റുള്ള ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് ആയാലും അവര് എടാ പോടാന്നൊക്കെ വിളിച്ചിട്ടുണ്ട് വഴക്കുണ്ടാവുമ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരിച്ചിട്ടുണ്ട്. ജാസ്മിൻ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ബാത്റൂമിന്റെ ആ സൈഡിൽ വെച്ചിട്ട് നല്ല പച്ചത്തെറിയും പറഞ്ഞിരുന്നു. അത് ഷൂ കാറ്റുണ്ടല്ലോ, കാറ്റ് പോകുന്ന പോലെ അങ്ങ് അടിച്ചു കളഞ്ഞു ബീബി. അവിടെ എല്ലാവരും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പം പുറത്താക്കാൻ പറ്റിയ ഒരു കാരണമായിട്ടൊന്നും എനിക്കിത് തോന്നുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്താക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ബിഗ് ബോസിന്റെ സൗണ്ട് കൊടുക്കുന്ന ആൾ മാത്രമേ കാണത്തുള്ളൂ. പുള്ളിക്ക് കപ്പ് കൊടുത്ത് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെ പിന്നെ ആ സുരേഷിന് കൊടുക്കണം. സുരേഷ് പറഞ്ഞത് ബിഗ് ബോസിന് ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ സുരേഷിന് കപ്പ് കൊടുത്ത് വിടേണ്ടി വരും. സുരേഷും ഈ പറയുന്ന ബിഗ് ബോസിനെ അവസാനം കാണത്തുള്ളൂ. ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പുറത്താക്കാൻ നിൽക്കുവാണെങ്കിൽ. അല്ലെങ്കിൽ അതിന് പറ്റിയ തക്കതായ കാരണങ്ങൾ ഉണ്ടാവണം, ഫിസിക്കൽ അസാൾട്ട് ഉണ്ടാവണം. ഇതിലേക്ക് ഗബ്രി പറയുന്ന കേട്ട് ബോൾ എടുത്ത് തന്നെ ഇങ്ങനെ, നമ്മളിന്നലെ കണ്ടാണ് ബോൾ എടുത്ത് ഇങ്ങനെ എറിഞ്ഞു. അത് വലിയ സ്പീഡിലൊന്നും അല്ല എറിഞ്ഞത്. രണ്ടാമത് ഈ ഗെയിം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതൊരു ഫിസിക്കൽ അസാൾട്ട് ആണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ഇനി അത് ഫിസിക്കൽ അസാൾട്ട് ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ബിബിയുടെ നിയമങ്ങളല്ലേ. അപ്പൊ എന്തായാലും കണ്ടറിയാം. ബിബി ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോക്കിയുടെ കാര്യത്തിൽ. എന്തായാലും റോക്കിയെ പുറത്താക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്താക്കുവാണെങ്കിൽ അതെന്താണ് കാരണമെന്ന് നമുക്ക് നോക്കാം. വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണോ, എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. പുറത്താക്കാൻ സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പുറത്താക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ്.